നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നമ്മൾ രണ്ട് ഘട്ടമായിട്ടാണ് പകുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടം നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് നമ്മളതിനെ വിശകലനം ചെയ്ത് ജേണലും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ നടത്താൻ പോകുന്ന ഒരു ചെറിയ പൈലറ്റ് പ്രോഗ്രാം, അതായത് ഇപ്പോൾ ഈ ഒരു 3.5 വർഷം കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതർവൈസ് 3 വർഷത്തോളം നമ്മൾ ചിന്തിച്ചിരുന്ന പലതുമല്ല മാർക്കറ്റിൽ നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്നത്, മറിച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് പലരുടെയും ചിന്തയിലേക്ക് കടന്നു വരാത്ത പല കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഒരാളെ വിജയിപ്പിക്കാൻ പോകുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവ് ഒരാൾ വന്ന് ഒരു വീഡിയോ ചെയ്തു കഥ പറയുന്ന പോലെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് അത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നത് എനിക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെ നല്ല വീഡിയോ ചെയ്തിട്ടുള്ള, ഇത് നമ്മൾ തിരിച്ചറിയേണ്ട തിയറി പോർഷൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ധാരാളം വീഡിയോകൾ ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഞാനും കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ കാര്യകാരണ സഹിതം അയാളുടെ ചിന്തയിൽ എന്തൊക്കെ വന്നപ്പോഴാണ് അയാൾ ഇതെല്ലാം നമ്മളോട് ഡെലിവർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആവാത്ത, അതിനുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു 3 വർഷത്തോളം അത് പലതവണ കേട്ടെങ്കിലും അത് അതിൻ്റേതായ പ്രാധാന്യത്തിൽ കൊടുത്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നടത്താൻ പോകുന്ന പരീക്ഷണം ഇതാണ്. ആ പരീക്ഷണത്തിന് വേണ്ടി നിങ്ങളിൽ നിന്നുള്ള സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മളത് ചെയ്യാൻ പോവുകയാണ്. ഒരാൾ ആവാം നമ്മുടെ കൂടെ ഉള്ളത്, അതല്ലെങ്കിൽ മാക്സിമം 5 പേര് വരെ. കുറഞ്ഞത് ഒരാളും കൂടിയത് 5 പേരും മതി നമുക്ക് ഇതിൻ്റെ പൈലറ്റ് റൺ നടത്താനായിട്ട്. അപ്പോൾ നിങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർക്ക്, സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന ആൾക്കാർക്ക്, അതർവൈസ് ഫുൾ ടൈമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞത് 1.5 വർഷത്തിന് മുകളിലെങ്കിലും നിങ്ങളായിട്ടുണ്ട്, നിങ്ങൾക്ക് മറ്റ് ജോലിയൊന്നുമില്ല, നിങ്ങൾക്ക് കഴിയാനുള്ള വരുമാനം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത്തരം മാക്സിമം 5 പേരെ വരെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ മതി, ആ ഒരാളെ വെച്ചുകൊണ്ട് നമ്മൾ വരുന്ന 3 മാസത്തേക്ക് നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. ഈ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്, നമ്മുടെ കൂടെ കൂടുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ പണച്ചെലവും ഇല്ല. കാരണം ഇത് നമ്മളും പഠനത്തിൻ്റെ ഭാഗമായി ചെയ്തു നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റൊരാളിലൂടെ പറഞ്ഞു കൊടുത്ത് അയാളുടെ സ്വഭാവത്തിൽ ട്രേഡിംഗ് ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരു മെഷീൻ ട്രേഡ് ചെയ്യുന്ന പോലെ ഒരാളെ കൊണ്ട് ഇമോഷനെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ട്രേഡറാക്കി മാറ്റാൻ പറ്റുമോ മുതലായ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതെല്ലാം ഇപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യം ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഒന്ന് വിശകലനം ചെയ്തിട്ട് അതെന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ കൂടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ലാസ്റ്റ് പോർഷൻ കേൾക്കാം. അല്ലാത്തവർക്ക് ഈ ട്രേഡിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ജേണലിൽ നമ്മൾ അവസാനിപ്പിച്ച് കഴിയുമ്പോഴുള്ള വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അല്ലാത്ത ആൾക്കാർ ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ തുടരുക. അപ്പോൾ നമ്മളുടെ നമ്പർ ഇവിടെ ഒന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഇതാണ് നമ്മളുടെ ഫോൺ നമ്പർ വരുന്നത്. ആ ലാസ്റ്റ് പോർഷൻ വരെ കേട്ടതിന് ശേഷം നമ്മുടെ കൂടെ ചേരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ മാക്സിമം 5 പേരെ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ പരീക്ഷണം നടത്താൻ പോകുന്നു വിത്തൗട്ട് എനി കോസ്റ്റ്. നിങ്ങളുടെ ടൈം, എൻ്റെ ടൈം, ഇത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു വലിയ കണ്ടുപിടുത്തം നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ്. പരിശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചധികം പേരിൽ നമുക്കൊരു മാറ്റമുണ്ടാക്കാൻ പറ്റിയേക്കും. എനിവേ, നമുക്കിന്നത്തെ ട്രേഡിനെ ഒന്ന് വിശകലനം ചെയ്യാം. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് നല്ലൊരു ഫോൾ തന്നു. ഇതുവരെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 0.78% ആണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഓടിയിരുന്നത് കേവലം 0.5% താഴെയായിരുന്നു ഇൻഡെക്സിൻ്റെ മൂവ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കുറച്ചും കൂടെ വലിയ മൂവുകൾ മാർക്കറ്റ് നടത്തി തുടങ്ങിയിരിക്കുന്നു. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ സൈഡിലേക്ക് ഓടി, അതുപോലെ തന്നെ റിവേഴ്സിലും ഓടി. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്, എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മളുടെ ട്രേഡ് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരൊറ്റ സ്റ്റോക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറോദയുടെ പ്ലാറ്റ്ഫോമിൽ മാർക്ക് ചെയ്ത് വെച്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മൾ
ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോൾ പ്രീ ഓപ്പൺ തന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ 343.50 പ്രീ ഓപ്പൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തുണ്ടായിരുന്ന ബൈ അലർട്ട് ട്രിഗർ ഓർഡർ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചു. അത് നമ്മൾ ചെയ്തത് 9:07 പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷമാണ്. മുകളിലുണ്ടായിരുന്ന അലർട്ട് ട്രിഗർ ഓർഡറും നമ്മൾ എനേബിൾ ചെയ്തു. അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ എനേബിൾ ചെയ്തു. ഇവിടെ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. അത് ഡിസേബിൾഡ് പൊസിഷനിലായിരുന്നു. മുകളിലുള്ളത് ഡിസേബിൾഡ് പൊസിഷനായിരുന്നു. അത് രണ്ടും അങ്ങനെ തന്നെ നിലനിർത്തി. അപ്പോൾ നമുക്ക് ആ ഓർഡർ ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു 4 ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഏകദേശം ഇന്നലെ രാത്രിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഇന്ന് 9:07 നമ്മൾ ഇതും പിന്നെ തൊട്ട് മുകളിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു 46.65 തോന്നുന്നു അതും നമ്മൾ എനേബിൾ ചെയ്തു. ഇത് അതെ 46.65 നമ്മൾ എനേബിൾ ചെയ്തു. ഇത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് നല്ലൊരു ഫോള് തന്നു. ആ സമയത്ത് നമ്മുടെ ഇവിടെ അലർട്ട് ട്രിഗറായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ ഫില്ലായേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ബൈ ഓർഡർ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 6ാമത്തെ സെക്കൻഡിൽ നമ്മുടെ ബൈ ഓർഡർ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി ഫില്ലായി. നമ്മൾ 153 ക്വാണ്ടിറ്റിയാണ് മൊത്തം വെച്ചത്. അത് കംപ്ലീറ്റ് നമുക്കിവിടെ ഫില്ലായി കിട്ടി. അതിന് ശേഷം നിങ്ങൾക്ക് കാണാം അതേ ക്യാൻഡിൽ തന്നെ 9:15:47 സെക്കൻഡ് അതായത് ഏകദേശം ഒരു 40 സെക്കൻഡ് 41 സെക്കൻഡിനുള്ളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റായി. അപ്പോൾ വിതിൻ ദാറ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ എൻട്രിയും കിട്ടി, സ്റ്റോപ്പ് ലോസും കിട്ടി. അപ്പോൾ നമുക്കറിയാം നമ്മൾ വെച്ചത് കവർ ഓർഡറാണ്. ഈ CO എന്ന് എഴുതിയേക്കുന്ന കവർ ഓർഡറാണ്. സോ ഇന്ന് മാനുവലി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം യാതൊരുവിധ ഇടപെടലുകളും നടത്തേണ്ടി വന്നിട്ടില്ല. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. 158 ക്വാണ്ടിറ്റിയാണ് നമ്മൾ മൊത്തം ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഇപ്പോൾ സെറയോദയും അതേപോലെ തന്നെ നമുക്കറിയാം ഫയേഴ്സിൻ്റെ ചാർട്ടും ചാർട്ടിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാലും ചാർട്ടിൽ വലിയ ഡിഫറൻസ് കാണുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇവിടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലും ഈ താഴത്തെ സപ്പോർട്ടിൽ അതായത് 339.60 മാർക്കറ്റ് വന്ന് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ കാണുന്നതും. ഫയേഴ്സിൻ്റെ ചാർട്ടിലും അതിൻ്റെ ലോ ഇന്ന് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 339.45. അതായത് നമ്മളിവിടെ വെച്ചിരുന്ന ആ ഒരു ട്രിഗർ ഓർഡർ എനേബിൾഡ് പൊസിഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇത് ഹൈഡഡ് ആയിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി ഇന്ന് കിട്ടുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു സാധ്യത നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡുകളും നമുക്കിവിടെ വിൻ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. 40% ട്രേഡുകൾ വിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇതിൻ്റെ മാത്തമാറ്റിക്സ് പലവട്ടം നിങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വരുന്ന വീഡിയോകളിലും നിങ്ങളുടെ തിരിച്ചറിവിലേക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്കിതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി 1:2 പൊസിഷന് മുകളിൽ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് ഡേ ആകുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയത് നെറ്റ് ലോസാണ്. അപ്പോൾ നമ്മുടെ ലോസ് ഉണ്ടായിരുന്ന എത്രയെന്നും കൂടെ നോക്കിയേക്കാം. നമ്മുടെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം 260 രൂപ 75 പൈസ ലോസാണ് നമ്മളിന്ന് സമ്പാദിച്ചത്. ഇനി നമ്മൾ വിജയിക്കാൻ പോകുന്നത് ഇല്ല വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിസിപ്ലിനിലൂടെയാണ്. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂൾസ് കൃത്യമായി ചെയ്തതോടുകൂടെ ഒരു മെഷീനെ പോലെ, അതായത് ഒരു മനുഷ്യനാണെങ്കിൽ റൂൾസ് നമ്മൾ പലവട്ടം വയലേറ്റ് ചെയ്യും. അറിയാമല്ലോ, വികാരം കയറി വരുമ്പോഴാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വികാരം, അതായത് സൈക്കോളജി എന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് കാണും. പക്ഷേ ഈ വീഡിയോയൊക്കെ കണ്ടു കഴിയുമ്പോഴും ഒരു ചോദ്യചിഹ്നം മിച്ചം അവശേഷിക്കുന്നുണ്ടാകും. അതായത് നമ്മുടെ സൈക്കോളജി ഇപ്പോൾ താറുമാറായിരിക്കുകയാണെന്ന് ട്രേഡിങ്ങിൽ വിജയിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നത് എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് നമ്മളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് 261 രൂപ നമ്മൾ ലോസിൽ കണക്കപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ലോസും കൂടെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 12 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തതിൽ 5 ദിവസമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. പോയിട്ട് നമുക്ക് 7 ദിവസം ലോസാണ്. അതായത് 41% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മൾ 4% നെറ്റ് പ്രോഫിറ്റിൽ ഇവിടെ ഉണ്ട്. ഇതുവരെ ഈ വർഷം മൊത്തം ട്രേഡ് ചെയ്തേക്കുന്നത് 59 ദിവസമാണ്. 33 ലോസും 26 പ്രോഫിറ്റുമായിട്ട് 43% വിൻ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 20% നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും തന്നെ, ഇപ്പം ഞാനോ നിങ്ങളോ എല്ലാവരും മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ട്രേഡിങ്ങിലേക്ക് ആകർഷ്ടനായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇത് പഠിക്കാൻ വേണ്ടി കഴിവതും നമ്മളെല്ലാവരും ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. അതെല്ലാം മാക്സിമം കാണും. അതിൽ നിന്നൊക്കെ നമ്മൾ പോകുന്നത് പലപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കായിരിക്കും. കാരണം മറ്റൊന്നുമില്ല, ഒത്തിരി ആൾക്കാർ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് കാശുണ്ടാക്കുക. അപ്പോൾ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നൊരു മിഥ്യാധാരണ അവിടെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് മിഥ്യാധാരണ എന്നൊക്കെ ഒരാളെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കോളും. അപ്പോൾ ഓപ്ഷനെ പറ്റി നല്ല രീതിയിൽ പ്രൊമോഷൻ യൂട്യൂബിലൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റ പോലെ ഇതിലേക്ക് വരുന്നവരെല്ലാവരും, ഞാനും ആദ്യം പോയത് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ്. എന്നാൽ അവിടെ പ്രീമിയം ഡിക്കയും മറ്റ് പലവിധ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ആവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും നിഫ്റ്റി മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ കണക്കുകൾ പറയുന്നത്, ഓപ്ഷൻ മാർക്കറ്റ് ആയിക്കോട്ടെ, അതേപോലെ ഇക്വിറ്റി ആയിക്കോട്ടെ, മൊത്തം ട്രേഡേഴ്സിൽ 10 പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 7 പേരും നഷ്ടത്തിലും, ക്ഷമിക്കണം, 10-3 മറിച്ച് 100 പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേര് മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ബാക്കി 97 പേരും നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് നിഫ്റ്റിയുടെ കണക്കുകൾ തന്നെ നമ്മളോട് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള 3 പേര് വിജയിക്കുന്നു, ബാക്കി 97% പേരും തോക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ 97% പേരുടെയും സ്ട്രാറ്റജി തെറ്റാണെന്നല്ല. സ്ട്രാറ്റജി പലരും സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ആയിരക്കണക്കിന് സ്ട്രാറ്റജി നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാത്തൊരു സത്യാവസ്ഥയുണ്ട്. ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്ക് മാത്രമായിട്ട് ഒരു മനുഷ്യനെയും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റില്ല. കാരണം ട്രേഡിങ്ങിൽ വിജയിക്കാൻ സ്ട്രാറ്റജി മതിയായിരുന്നുവെങ്കിൽ ഇത്രയും ആൾക്കാർ വിജയിച്ചാൽ പോരാ. അപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ഈ സ്ട്രാറ്റജിക്ക് അപ്പുറം ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും നമ്മളുടെ ഡിസിപ്ലിൻ കറക്റ്റാക്കാൻ നമ്മൾ വെക്കേണ്ട കുറച്ച് റൂൾസും, നമ്മുടെ സൈക്കോളജി വെറുതെ അങ്ങ് കറക്റ്റ് ആവില്ല. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സൈക്കോളജി കറക്റ്റ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവുകയും അത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും. അതുകൊണ്ടാണ് പല ട്രേഡർമാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന, മെഷീനെ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. സപ്പോസ് നിങ്ങൾ കുറച്ച് റൂൾസ് ഉണ്ടാക്കി വെച്ചു, ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ പ്രകാരം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിങ്ങളുടെ റൂൾസ് നിങ്ങൾ തന്നെ വയലേറ്റ് ചെയ്താൽ, ഈ പ്രോസസ്സ് നിങ്ങൾ തന്നെ തെറ്റിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ലാഭമോ നഷ്ടമോ വിലയിരുത്തേണ്ടത് ഒരു ട്രേഡിലോ ഇല്ലെങ്കിൽ ഓരോ ട്രേഡുകളിലോ എടുത്തുകൊണ്ടല്ല. ഓരോ ഇൻഡിവിജ്വൽ ട്രേഡ്സ് അത് പോസിറ്റീവ് ആകാം, ലോസ് ആവാം, അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഒരു കൂട്ടം ട്രേഡുകളെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം, ഒരു സർവേ നടത്തുമ്പോൾ പോലും അതിൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ സൈസിൻ്റെ മിനിമം 10% എങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ പണമുണ്ടാക്കിയവരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് പണമുണ്ടാക്കിയവരെ അല്ല നമ്മൾ കാണുന്നത്, പക്ഷേ വർഷങ്ങൾ കൊണ്ട്, ഒരു 10 വർഷമോ ലൈഫ് ടൈമോ എടുത്തൊക്കെ നല്ല രീതിയിൽ റിച്ച് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 6 മാസം കൊണ്ട് പണമുണ്ടാക്കി, 1 വർഷം കൊണ്ട് പണമുണ്ടാക്കി, 2 വർഷം കൊണ്ട് പണമുണ്ടാക്കി എന്ന് പറയുന്ന എത്ര പേര് നിങ്ങൾ കാണുന്നുണ്ട്? ഇല്ല എന്നല്ല, വിരലിലെണ്ണാവുന്ന വളരെ വിരളമായ ആൾക്കാർ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഥയുണ്ട്. അവരുടെ വീട്ടിൽ, കുടുംബത്ത്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് സർക്കിളിൽ നല്ല രീതിയിൽ പണമുണ്ടാക്കിയ ഒരു ട്രേഡർ, വർഷങ്ങളായി ട്രേഡ് ചെയ്യുന്ന ഒരാൾ അയാളെ മെൻറ്റർ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടിട്ടും ആ ആൾ ഫോളോ ചെയ്തിരുന്ന രീതി, ട്രേഡിംഗ് പ്രോസസ്സ് ഫോളോ ചെയ്തത് കൊണ്ടുമാണ് ഇയാൾ 1-2 വർഷം കൊണ്ട് വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ ഫ്രഷായി വന്ന ഒരു മനുഷ്യനും 5 വർഷത്തിനുള്ളിൽ വലിയൊരു വിജയം ഷെയർ മാർക്കറ്റിൽ ഉണ്ടാക്കിയതായി നമ്മുടെ അറിവിലില്ല. അപ്പോൾ പുതിയതായിട്ട് വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോസസ്സാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മറിച്ച് ഈ പ്രോസസ്സ് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തി മുന്നോട്ട് പോകെ 1, 2, 3 മാസം കൊണ്ട് ഒരാളുടെ ഇപ്പോഴുള്ള ട്രേഡിംഗ് ബിഹേവിയർ, ഒരു ക്യാരക്ടർ മാറ്റി പുതിയൊരു ക്യാരക്ടർ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റണം. അതായത് അത് നിങ്ങളുടെ സ്വഭാവമായി മാറിയിട്ടുണ്ടാകണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ ശൈലിയിൽ നിന്ന് മാറി നിങ്ങൾ
കണ്ണടച്ചും ഈ ഒരു പ്രോസസ്സേ ഫോളോ ചെയ്യൂ, ഈ പ്രോസസ്സ് വിട്ട് മറ്റൊരു രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യില്ല എന്നൊരവസ്ഥയിലേക്ക് നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാകുമ്പോൾ തൊട്ടാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് വളരാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ചില സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇതാണ്. വിജയിച്ച ഈ പറയുന്ന 3% ആൾക്കാരിൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് എത്രമാത്രം സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്തു എന്നതുകൊണ്ടാണ് അവർ വിജയിച്ചേക്കുന്നത്. ഇനി ഷോർട്ട് പീരീഡിലോ ഇല്ലെങ്കിൽ ഇവരോടൊപ്പം തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇവരെക്കാളും മികച്ച പ്രകടനം നടത്തുന്ന, അതായത് ഒരു ട്രേഡിൽ ഹ്യൂജ് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ട്. അതായത് ഈ വിജയിച്ച 3% ആൾക്കാരുണ്ടാക്കുന്ന ആവറേജിനേക്കാളും വളരെ വളരെ കൂടുതൽ സിംഗിൾ ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലോസ് വരുമ്പോൾ ഇവരുണ്ടാക്കിയ മൊത്തം പ്രോഫിറ്റും കളഞ്ഞ് അക്കൗണ്ട് വാഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും അവർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് വരുന്നത് കൊണ്ടിട്ടാണ് 97% ട്രേഡർമാരും ഫെയിലായി പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യും അതുപോലെ ഇവിടെ വർക്ക് ചെയ്താലേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസിഷൻസ്, ഒരു ട്രേഡിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, മാർക്കറ്റിൽ വലിയൊരു ക്യാൻഡിൽ വെക്കുന്നു, വലിയൊരു മൂവ് നടത്തുന്നു. അപ്പോൾ നമ്മുടെ ലോജിക്കൽ റീസണിങ് എല്ലാം പോയി, നമ്മളൊരു റൂളും തിയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഈ ക്യാൻഡിലിൻ്റെ മൂവ് കണ്ടിട്ട് ഇമോഷൻ ട്രിഗറായിട്ട് നമ്മൾ അവിടെ കയറി ബയ്യോ സെല്ലോ ചെയ്യുന്നു. ആ ഡിസിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇമോഷണൽ ഡിസിഷനാണ്. നമുക്കറിയാം ഇമോഷൻ അത് ലൈഫിലായിക്കോട്ടെ ഏതൊരു ജീവിത മേഖലയിലായിക്കോട്ടെ ഇമോഷണലി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു മനുഷ്യൻ്റെ തെറ്റായി പോകുന്ന തീരുമാനങ്ങളിൽ 90%-ലധികവും ഇമോഷണൽ ഡിസിഷൻസ് ആയിരിക്കും. നേരെ മറിച്ച് ഒരാൾ ലോജിക്കൽ ഡിസിഷനാണ് അവിടെ എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അക്കോർഡിംഗ് ടു നമ്മുടെ ലോജിക്കും റൂൾസും വെച്ചിട്ട് നമ്മുടെ എൻട്രി ഇവിടെ നിന്നാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സപ്പോർട്ടാണ്, നമുക്ക് സപ്പോർട്ടിൽ ബയ്യേ ഉള്ളൂ, അവിടെ സെല്ലില്ല. ഇനി ഇതൊരു സപ്പോർട്ടാണ്, നമുക്കിവിടെ വന്നാൽ ബയ്യേ ഉള്ളൂ, സെല്ലില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഇല്ല, നമുക്ക് റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് അവിടെ സെല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലോജിക്കൽ ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നിവിടെ ഹിറ്റ് ചെയ്തു, ഉടനെ തന്നെ താഴത്തുനിന്ന് ഹിറ്റ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ പോലും നമുക്കവിടെ ഇമോഷൻ ഒന്നുമില്ല. നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് മാനസികമായി യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. കാരണം നമ്മളിവിടെ എടുത്തത് ഇമോഷണൽ ഡിസിഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേഡ് ലോസിൽ പോയാലും പ്രോഫിറ്റിൽ വന്നാലും നമുക്കവിടെ യാതൊരുവിധ ഇമോഷൻസും ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മളൊരു തിയറി ഉണ്ടാക്കി വെക്കുകയും കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഉണ്ടായി ഇരിക്കുകയും എന്നാൽ ഈ മാർക്കറ്റിൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു മൂവ് കണ്ടിട്ട് ഞാൻ സപ്പോസ് ഇവിടെ പോയി സെൽ എൻട്രി എടുത്തു. ഇവിടെ എനിക്ക് ബൈയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇമോഷണലി ഞാൻ ഡിസിഷൻ തെറ്റിച്ചു, സെൽ എൻട്രി എടുത്തു. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്തു, താഴത്തേക്ക് നല്ല രീതിയിൽ പോകുകയാണല്ലോ. അപ്പോൾ ഒരു 1% പോയാൽ എനിക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടണമല്ലോ. പക്ഷേ ഇത് 1:2 വരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. മറിച്ച് ഇത് തിരിച്ചു പോകുകയാണ് മാർക്കറ്റ്. എന്നാൽ തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇമോഷണലി ഷേക്കൻ ആവും. കാരണം എൻ്റെ ഇവിടുത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ലോജിക്കലല്ലായിരുന്നു. ലോജിക്കലി എനിക്ക് ഈ എൻട്രി ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ലോജിക്കലി മിസ്റ്റേക്ക്, എൻ്റെ തെറ്റാണെങ്കിൽ അതെനിക്ക് ഇമോഷണലി ഹർട്ട് ചെയ്യും. നേരെ മറിച്ച് ഞാനിവിടെ ഒരു ലോജിക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു, ആ ലോജിക്കിനെ ഞാൻ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിരിക്കുകയായിരുന്നു എങ്കിൽ എൻ്റെ ഈ തീരുമാനം അത് ലോജിക്കലാണ്. ലോജിക്കലി എടുക്കുമ്പോൾ എനിക്കറിയാം ഇവിടുന്ന് എൻട്രി എടുത്താൽ 2 സാധ്യതകൾ മാത്രമേ എനിക്കുള്ളൂ. ഓവറോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യത മാത്രമാണ്. 2 കാര്യങ്ങളെ ഇവിടെ സംഭവിക്കാനുള്ളൂ. ഇവിടുന്ന് എൻട്രി എടുത്താൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഇത് എൻട്രി എടുക്കുന്നതിന് മുന്നേ നമുക്കറിയാം. ഒപ്പം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്കറിയാം നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് എൻട്രി ഇവിടെയാണ്, ഇനി ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ സെക്കൻഡ് എൻട്രി ഇവിടെയാണ്. ഇനി ഇതിലേത് വേണം എന്നൊരു ലോജിക്കൽ ഡിസിഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു പോകുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൊട്ടടുത്ത സപ്പോർട്ട് എടുത്തു. ഇനി ഈ തൊട്ടടുത്ത സപ്പോർട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 0.5%-നുള്ളിലാണ്. സോ അതവിടെ നല്ല ഒരു എൻട്രി ആവാൻ സാധ്യതയുണ്ട്, നമ്മളത് എടുത്തു. ഇനി ഇതെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോസ് അടിക്കാനും സാധ്യതയുണ്ട്, ടാർഗറ്റ് അടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇമോഷൻ കടന്നു വന്നിട്ടില്ല നമ്മുടെ ഡിസിഷനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി ലോസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇമോഷണൽ ഹർട്ട് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകേണ്ടി വരത്തില്ല. ഇമോഷണലി ഹർട്ട് ആവുമ്പോൾ, അതായത് നിങ്ങളെ ആരോ പറ്റിച്ചു, തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി, ഈ ഒരു ഫീല് വരുമ്പോഴാണ് എന്നാൽ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പോയിട്ട് സെക്കൻഡ് എൻട്രി എടുക്കും. അപ്പോൾ അതും തെറ്റാവാനുള്ള സാധ്യത കുറച്ച് കൂടും. കാരണം ഡിസിഷൻ ലോജിക്കൽ അല്ല എങ്കിൽ
ഇമോഷണലാണെങ്കിൽ അത് 90% തെറ്റിനുള്ള സാധ്യതയിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ട ഒരു പ്രോസസ്സുണ്ട്. അത് 1 ദിവസമോ 10 ദിവസമോ കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. ഒരാളുടെ ഹാബിറ്റ്, അതായത് നമുക്കിഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പർട്ടിക്കുലർ പീരീഡ്, ഏകദേശം സയൻറ്റിഫിക്കലി അത് പറയുന്നത് 21 ദിവസം എന്നാണ്. ഒരാൾ തുടർച്ചയായി ഒരു കാര്യം ഒരേ സമയത്ത് ഒരു ശീലം തുടർച്ചയായി ചെയ്ത് വരികയാണെങ്കിൽ 21 ദിവസം കൊണ്ട് അത് അയാളുടെ ഒരു ഹാബിറ്റായി മാറുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ശീലം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ശീലത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി ഈ 21 ദിവസം എന്നുള്ളത് പോകെ നമ്മൾ 60-90 ദിവസത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഹാബിറ്റ്, ഈ ശീലം എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവമായി മാറുന്നുണ്ടാവും. വൺസ് ഇത് സ്വഭാവമായി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു സ്വഭാവ സവിശേഷതയെ കൂടെ കൂട്ടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക്, ഒരു നല്ല പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഈ സിസ്റ്റം പറയുന്ന ഡിസിപ്ലിനുള്ളിൽ നിന്നുകൊണ്ടേ ഞാൻ ട്രേഡ് എടുക്കൂ എന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ എന്നെത്തിപ്പെടുന്നുണ്ടോ, അതിനുശേഷം നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ട്രേഡിങ്ങിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത് യാതൊരു വിധത്തിൽ നോക്കിയാലും അതൊരു സ്ട്രാറ്റജി അല്ല, പക്ഷേ കൃത്യമായ റിസ്ക് റിവാർഡ്, കൃത്യമായ പൊസിഷൻ സൈസിങ്, കൃത്യമായ ക്യാപിറ്റൽ മണി മാനേജ്മെൻറ്റ് തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളെ നിങ്ങളുടെ സ്വഭാവ സവിശേഷതയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മികച്ചൊരു വിജയിയായ ട്രേഡറായി മാറാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം 5 വർഷം കൊണ്ട് ഒന്നും വലിയൊരു മാറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ 10 വർഷം കൊണ്ട് നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് കോമ്പൗണ്ടിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിച്ച് ട്രേഡറായി മാറാനുള്ള സാധ്യത ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നിങ്ങളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുകയും ഒരു മെഷീന് തുല്യമായ അവസ്ഥയിലേക്ക്, വികാരങ്ങളില്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കലി സ്റ്റേബിളായ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെ ആ പ്രോസസ്സ് സെറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വോളണ്ടിയറിൽ തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിതൊരു പൈലറ്റ് ടെസ്റ്റ് റണ്ണായിട്ട് ചെയ്യുകയാണ്. കാരണം നമുക്കിത് വെറുതെ ഇപ്പോൾ പറയുമ്പോൾ ഇതൊരു കഥ മാത്രമാണ്. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് 3, 4, 5 പേരിൽ ഒരു 3 മാസം കൊണ്ട് ഇതൊരു ഹാബിറ്റ് എന്ന അളവിലേക്കെങ്കിലും, അതായത് ഒരു ശീലമെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമോ? ഒരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് പിന്നീട് അതൊരു ക്യാരക്ടറാക്കി മാറ്റാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു ശീലം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ നമുക്കൊരു 1 മാസമോ 2 മാസമോ 3 മാസമോ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ഈ പീരീഡിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്ക് ഈ ശീലം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മികച്ച ട്രേഡറായി മാറാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവും. ഇനി ഈ ശീലവുമായിട്ട് അയാൾക്ക് ഇണങ്ങിപ്പോകാനേ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അയാൾക്ക് ഒരിക്കലും ഒരു മികച്ച ട്രേഡറായി മാറാൻ പറ്റണമെന്നില്ല. നമുക്കത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാമെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ആ ട്രേഡിങ്ങുമായി മുന്നോട്ട് പോകുന്നതിന് പകരം അയാൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 3 മാസക്കാലം കൊണ്ട്, അതൊരു പക്ഷേ അതിന് മുന്നേ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയേക്കാം, ഇനി മാക്സിമം നമ്മൾ കൊടുക്കുന്ന സമയം 3 മാസക്കാലമാണ്. അപ്പോൾ ഈ 3 മാസക്കാലം കൊണ്ട് ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, പതുക്കെ നിങ്ങൾക്കിതൊരു ക്യാരക്ടറാക്കി എടുത്ത് ഒരു വിജയിച്ച ട്രേഡറാകാൻ പറ്റുമോ എന്നൊരു പൈലറ്റ് റണ്ണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ വാളണ്ടിയർലി ആദ്യം വരുന്ന ഒരു 5 പേർക്ക് നമ്മൾ ആ അവസരം കൊടുക്കുകയാണ്. ഇനി 5 പേരൊന്നും തയ്യാറായി വരുന്നില്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ഒരു 3 പേരോ ഇനി ഒരാളെ ഉള്ളെങ്കിൽ പോലും ഈ പൈലറ്റ് റൺ വരുന്ന 3 മാസത്തേക്ക് വിത്തൗട്ട് എനി ചാർജ്, നിങ്ങളുടെ സമയം എൻ്റെ സമയവും മാത്രമാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് 3 മാസം കൊണ്ട് ഒരാളിൽ നമുക്കൊരു ക്യാരക്ടർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ 3 മാസത്തിനിടയ്ക്ക് റൂൾസ് വയലേറ്റ് ചെയ്യാതെ മെഷീൻ പോലെ, പക്ക ഒരു കമ്പ്യൂട്ടറിനെ പോലെ ഒരു മനുഷ്യൻ വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരാളെ കൊണ്ടത് സാധിക്കുമെങ്കിൽ പിന്നെ എത്ര പേരെ കൊണ്ടും ഈ പ്രോസസ്സിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഒരു 3 മാസം കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് തരംതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പൈലറ്റ് റൺ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്യുവാണ്. അതിനുശേഷം അത് വിജയിച്ചാൽ, അങ്ങനെ ആരെങ്കിലും വിജയിക്കുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടെ നമ്മൾ
ഇത് വിപുലമായ രീതിയിൽ ചെയ്യാം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ സ്ട്രാറ്റജിയും നിങ്ങളോട് കമ്പൽ ചെയ്യുന്നുണ്ടാവില്ല ഫോളോ ചെയ്യാൻ. നിങ്ങൾ ഏത് സ്ട്രാറ്റജിയോ, ആയിരക്കണക്കിന് സ്ട്രാറ്റജി ഉണ്ട്, ഏത് സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾ പോന്നോളൂ. ഇനി നിങ്ങൾക്ക് സ്ട്രാറ്റജി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് റൂൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ആ റൂൾസിനെ നിങ്ങൾക്ക് എങ്ങനെ ഫോളോ ചെയ്യാം, അതിനെ എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാം, നിങ്ങൾ വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, ഇമാതിരിയുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ 3 മാസം ഈ ഒരു പൈലറ്റ് റണ്ണും കൂടെ നടത്താം. ഇതിനകത്ത് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി പേരെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റിയേക്കാം. പിന്നീട് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ആ സിസ്റ്റം റെഡിയായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നമുക്കതൊന്ന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു സഹായം ചെയ്യേണ്ടതാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.